ഇത്തവണത്തെ ഓണത്തിന് 15 ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റാണ് 6 ലക്ഷം കുടുംബങ്ങൾക്ക് കേരള സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ കളറിലുള്ള കാർഡുകാർക്കും ഓണത്തിൻ്റെ റിഡക്ഷൻ ലഭിക്കും. എന്നാൽ മഞ്ഞക്കാർഡുള്ള ആളുകൾക്കാണ് സൗജന്യ കിറ്റ് ലഭിക്കുക. മഞ്ഞക്കാർഡുള്ള കുടുംബങ്ങൾക്ക് 15 ഇനങ്ങളടങ്ങിയ കിറ്റാണ് ലഭിക്കുന്നത്. 1/2 ലിറ്റർ വെളിച്ചെണ്ണയും 1/2 കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ്, സേമിയം പായസം മിക്സ്, മിൽമ നെയ്യ്, കശുവണ്ടിപ്പരിപ്പ്, സാമ്പാർ പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി കൂടാതെ മല്ലിപ്പൊടി, തേയില, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ്, തുണിസഞ്ചി എന്നിവ ആ കിറ്റിലുണ്ടാകും. ക്ഷേമസ്ഥാപനങ്ങളിലെ 4 അംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായി ലഭിക്കുകയും ചെയ്യും. നീലക്കാർഡുകാർക്ക് 10 കിലോ അരിയും വെള്ളക്കാർഡുകാർക്ക് 15 കിലോ അരിയും 10.90 രൂപ നിരക്കിൽ ലഭിക്കും. 53 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ പ്രയോജനം ലഭിക്കുക. 94 ലക്ഷം കാർഡുകാർക്ക് 10 കിലോ കെ-റൈസ് 25 രൂപ നിരക്കിൽ നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 29 രൂപയ്ക്ക് നൽകുന്ന അരിയാണ് 25 രൂപയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്തയും നടത്തും. ഇക്കുറി പാലക്കാട്ടും മെഗാ ഫെയർ നടക്കുകയുണ്ടാകും. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട അരി കേന്ദ്ര സർക്കാർ നിഷേധിച്ചതോടുകൂടിയാണ് കേരള ഗവൺമെൻറ് സ്വന്തം നിലയിൽ അരി കണ്ടെത്തി കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് നൽകുന്നത്. കേരളം ആവശ്യപ്പെട്ട അരിക്കോട് കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി വളരെ വ്യത്യസ്തമായിരുന്നു. കേരളത്തിലുള്ള ആളുകൾക്ക് അരി വാങ്ങാൻ കഴിവുണ്ട് എന്നും അവർക്ക് സബ്സിഡി ആവശ്യമായി വരില്ല എന്നുമായിരുന്നു കേന്ദ്രത്തിൻ്റെ വിചിത്രമായ മറുപടി.